ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് എൻ പ്രശാന്ത്. പാസ്പോർട്ട് പുതുക്കാൻ NOC കൊടുത്തില്ലെന്ന് എൻ പ്രശാന്തിന്റെ പരാതി. NOCക്കായി കൊടുത്ത അപേക്ഷ കാണാതായി എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ മറുപടിയെന്നും എൻ പ്രശാന്ത് പറയുന്നു. ക്രിമിനൽ മനസ്സോടെ തന്നെ ഉപദ്രവിക്കുകയാണ്. പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ ശ്രീലങ്ക യാത്ര മുടങ്ങി. പാർട്ട് ടൈം PhDക്ക് വേണ്ട NOCക്കും ഇതേ അവസ്ഥയാണെന്നും എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ട്. വിവരങ്ങളുമായി ടി വി പ്രസാദ്. ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. ചുരുക്കത്തിൽ പ്രശാന്തിനെ ഇങ്ങനെ പിന്തുടർന്ന് ഉപദ്രവിക്കുകയാണ് എന്നാണ് പ്രശാന്ത് പറയുന്നത്. ക്രിമിനൽ മനസ്സോടുകൂടി ജയതിലകിനെതിരെ നടപടിക്ക് നീങ്ങുകയാണോ ഇപ്പോൾ പ്രശാന്ത്? ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ആ ഒരു സൂചന തന്നെയാണ് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ്, വൈര്യനിര്യാതന ബുദ്ധിയോടെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ്റെ പാസ്പോർട്ട് പുതുക്കുക എന്ന് പറയുന്നത് അവരുടെ മൗലികാവകാശത്തിൽപ്പെട്ടതാണ്. അതുപോലും ലംഘിച്ചിരിക്കുന്നു എന്നതാണ് എൻ പ്രശാന്ത് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ഇതൊരു വെറും വിമർശനത്തിലുള്ള ഒരു പോസ്റ്റ് മാത്രമല്ല അരുൺ, ശക്തമായ പ്രതിഷേധമാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല വലിയ വലിയ ആരോപണങ്ങളും ഇതുണ്ട്. ഇതിലെ ഒരു വാചകം നമുക്ക് വായിക്കാം അരുൺ. ഇത് വെറും ബ്യൂറോക്രസി കളിയല്ല. ചീഫ് സെക്രട്ടറി എ ജയതിലകിനോടാണ് എൻ പ്രശാന്ത് IAS പറയുന്നത്. ഇത് വെറും ബ്യൂറോക്രസി കളിയല്ല, ഇത് വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള ക്രിമിനൽ മനസ്സോടുകൂടിയുള്ള ഉപദ്രവമാണ്. ഒരു റീയൂണിയൻ നഷ്ടമാകുന്നത് ചെറിയ കാര്യമാണ്, പക്ഷേ ആത്മാഭിമാനവും നിയമപരമായ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നത് മറ്റൊരു കാര്യമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടാണ് ഈ പോസ്റ്റിൻ്റെ എല്ലാ ഭാഗവും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ അരുൺ, നേരത്തെ തന്നെ ഈ പാസ്പോർട്ടിൻ്റെ NOCക്ക് വേണ്ടി പ്രശാന്ത് അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അത് കാണാനില്ല എന്ന് പറയുന്നു. പിന്നീട് ജൂലൈ 2-ന് മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതവിടെ ഉണ്ട് എന്ന് പറയുന്നു. പിന്നീട് NOC കിട്ടാതിരിക്കുമ്പോൾ അന്വേഷിക്കുമ്പോഴാണ് അത് വീണ്ടും കാണാനില്ലെന്ന് പ്രശാന്തിന് മറുപടി കിട്ടുന്നത്. ഇത് പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അരുൺ, ഈ പറയുന്ന പാർട്ട് ടൈം PhD കോഴ്സിന് ചേരാൻ വേണ്ടി അതിനും NOC ആവശ്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സ്വാഭാവികമായി ചീഫ് സെക്രട്ടറിയാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അതും കൊടുക്കേണ്ടത്. പക്ഷേ അതും തടഞ്ഞു വയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പല രേഖകളും കാണാതാകുന്നു. വിവരാവകാശത്തിന് വ്യക്തമായ മറുപടി തരുന്നില്ല. അതുകൊണ്ട് നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറിയുടെ കീഴിൽ ജോലി ചെയ്യേണ്ട IAS ഉദ്യോഗസ്ഥനായ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. കഴിഞ്ഞ മാസങ്ങളായി, ഏതാണ്ട് 1 വർഷത്തോടടുപ്പിച്ചാകുന്നു എൻ പ്രശാന്ത് IAS ഫേസ്ബുക്കിൽ എ ജയതിലകിനെ വിമർശിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായിട്ട്. ഓക്കെ, താങ്ക് യു. പ്രശാന്ത് ഇപ്പോഴും സസ്പെൻഷനിൽ തന്നെ തുടരുകയാണ്. അതാണ് പ്രശാന്തെ കൗതുകകരമായ കാര്യം. ബാക്കി ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സർവീസിലേക്ക് തിരിച്ചെടുത്തിട്ടും പ്രശാന്തിൻ്റെ പേരിലുള്ള നടപടി അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല സർക്കാർ എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് പാവം പ്രശാന്തിൻ്റെ പാസ്പോർട്ട് പുതുക്കാനുള്ള NOC. ഇതൊക്കെ തടഞ്ഞു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണോ തീർക്കുക? നിങ്ങൾ പറഞ്ഞു തീർക്കുക. പാസ്പോർട്ട് തടഞ്ഞും NOC തടഞ്ഞും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥനെ ദ്രോഹിക്കാൻ പറ്റുക? ദ്രോഹിക്കാൻ തീരുമാനിച്ചുകൊണ്ടല്ലോ ചില മനുഷ്യർ അങ്ങനെ അവസാന നിമിഷം എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. എന്തിനാണോ എന്തോ, നമ്മളൊക്കെ മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ.